എൻ്റെ ആത്മാവിൻ്റെ പവറും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ദൈവവചനം നമ്മൾ കൂടെ കൂടെ വായിക്കുക. അപ്പോൾ തന്നെ ദുഷ്ടശക്തികൾ, പൈശാചിക രൂപികൾ നമ്മളും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ദൂരെ പൊയ്ക്കോളും. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഉണ്ട് അവിടെ ദൈവം വചനം കൊണ്ട്. അപ്പോൾ ആ വചനത്തിൽ ജീവനും ആത്മാവും ഉണ്ട്. അപ്പോൾ അത് ഇരുതല വാളാണ്. നമ്മുടെ എബ്രായർ 4:12 അതുപോലെ തന്നെ എഫെസസ് 6:17 പറയും ദൈവം വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണം. ആ വചനമാകുന്ന വാള്, ആ വചനം ചെല്ലുമ്പോൾ ദുഷ്ടശക്തികളും പൈശാചിക ശക്തികളും പൂർണ്ണമായും വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും തിരുവചനം നമുക്കറിയാം, ഈശോ പറയുന്ന വചനങ്ങൾ ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പോൾ ഈശോ തിരുവചനങ്ങൾ ഓരോന്നും തന്നെ ആ വചനത്തിൻ്റെ ശക്തിയാണ്. ഈശോ ദൈവവചനം തന്നെയാണ്. ലൂക്കാ സുവിശേഷം 8:10-11-12 വചനമുണ്ട്. ചില വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് നമ്മുടെ ഹൃദയങ്ങൾ വചനം എടുത്ത് കളയുന്നു. പിശാച് എപ്പോഴും ചെയ്യുന്ന മനുഷ്യ ഹൃദയങ്ങൾ വചനം എടുത്ത്. അപ്പോൾ ദൈവവചനം പറയാൻ അവൻ്റെ ബുദ്ധി, അവൻ്റെ അറിവിലും കൊണ്ടുള്ള പഠനങ്ങൾ, പക്ഷെ അവിടെ ജീവനില്ല. കേൾക്കുമ്പോൾ ഇമ്പകരമായിരിക്കും, നമുക്ക് ആസ്വാദികരമായിട്ട് തോന്നും, പക്ഷെ അതിനകത്ത് ആ ഒരു ആത്മാവിൻ്റെ ശക്തി, ജീവൻ്റെ വെളിപ്പെടുത്തൽ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നത്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വചനം കേൾക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ സമാധാനം ആശംസിക്കണം. ഏതൊരു ഭവനത്തേക്ക് നിങ്ങൾ സമാധാനം ആശംസിക്കും. അപ്പോൾ അവർക്ക് ആ ഭവനത്തിന് സമാധാനം കിട്ടും. അതേസമയം തന്നെ അപ്പോൾ ആരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ചെരുപ്പെടുത്തിട്ട് പൊടി തട്ടിക്കളഞ്ഞിട്ട് പോരാൻ പറയുക. എന്നിട്ട് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളെ പൊടി തട്ടിക്കളയും. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറ നഗരങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കൂടുതൽ ആശ്വാസം ഉണ്ടാകും. അപ്പോൾ അവിടെ സൊദോം ഗൊമോറയ്ക്ക് അതിനേക്കാൾ, അതായത് ദൈവവചനം തള്ളി പറയുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-20 പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയം നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളോട് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ശരിക്കും അപ്പോസ്തലന്മാരുടെ അധരങ്ങളിലൂടെ വന്ന ഓരോ വചനത്തിലും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ. അപ്പോൾ അതാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്ന കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവവചനം, ജീവനുള്ള വചനം അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ പൈശാചിക പീഡകൾ, രോഗങ്ങളൊക്കെ വിട്ടുപോകും. നമ്മൾ ദൈവവചനം ഉണ്ടെങ്കിൽ പൈശാചിക അരൂപികൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതൊക്കെ വിട്ടുപോകും. അന്ധകാരം